വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പ്രകാരം BBG റാംജി എന്ന പുതിയ നിയമം ഉടൻ നിലവിൽ വന്നേക്കും. പ്രധാനമായും തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന മാറ്റങ്ങളാണുള്ളത്. വാർഷിക തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയർത്തും. അതോടൊപ്പം തന്നെ കൂലി വർദ്ധിപ്പിക്കാനും പുതിയ നിയമത്തിൽ നിർദ്ദേശമുണ്ട്. തൊഴിലാളികൾക്ക് പുതിയ പോർട്ടലിലൂടെ എവിടെയിരുന്നും നേരിട്ട് ജോലി ആവശ്യപ്പെടാം. ജോലി യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ GPS അധിഷ്ഠിത നിരീക്ഷണം ഏർപ്പെടുത്തുന്നതോടെ പദ്ധതി കൂടുതൽ സുതാര്യമാകും. ഈ പദ്ധതിക്കായി 95,000 കോടി രൂപയാണ് കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്രവിഹിതം 90% നിന്ന് 60% കുറയ്ക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പദ്ധതിയുടെ നടപ്പാക്കൽ രീതി സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. BBG റാംജി പൂർണ്ണമായും നടപ്പാക്കുന്നതോടെ പഴയ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കിയേക്കും. അടുത്ത അറിയിപ്പ്, ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ തുടരും. ഗ്രാമപ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ 45 ദിവസം അടുത്ത ബുക്കിങ്ങിനായി കാത്തിരിക്കണം. നഗരങ്ങളിൽ ഈ കാലാവധി 25 ദിവസമാണ്. ഗ്യാസ് സിലിണ്ടറുകളുടെ അനാവശ്യമായ മുൻകൂർ ബുക്കിങ്ങും പൂഴ്ത്തിവയ്പും ഒഴിവാക്കി എല്ലാവർക്കും പാചകവാതകം ലഭ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇനി പറയാനുള്ളത് കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. ഇപ്പോൾ പദ്ധതിയിൽ അപേക്ഷകരുടെ വലിയ തിരക്കാണ്. വെറും 2 മാസത്തിനുള്ളിൽ അപേക്ഷകരുടെ എണ്ണം 10 ലക്ഷത്തിൽ നിന്ന് 18 ലക്ഷമായി വർദ്ധിച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. പ്രതിമാസം 1000 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഏപ്രിൽ മാസത്തെ വിതരണം ഏപ്രിൽ 25-ന് ശേഷം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത അറിയിപ്പ്, കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം. വിവിധ ദളിത് ആദിവാസി സംഘടനകളുടെ കൂട്ടായ്മയായ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേസിലെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും കുറ്റവാളികളെ സംരക്ഷിക്കുന്നുവെന്നും കൗൺസിൽ ആരോപിക്കുന്നു. ഏപ്രിൽ 28-ന് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാകും ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ആക്ഷൻ കൗൺസിൽ അഭ്യർത്ഥിച്ചു. ഇതുപോലെയുള്ള അറിയിപ്പുകൾക്കും എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്.